ലിസ്ബത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ലങ്കാവിയിൽ സ്പീഡ് ബോട്ടിലൂടെയുള്ള യാത്രയും മറ്റ് കാഴ്ചകളും ഒക്കെയാണ്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ കാണിച്ചത് ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടും അതിൻ്റെ പരിസരങ്ങളൊക്കെ ആയിരുന്നു. 99 ഐലൻഡുകൾ ചേർന്നാണ് ലങ്കാവി. അപ്പോൾ ഇത് വളരെ മനോഹരമായ ഐലൻഡാട്ടോ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും സ്പീഡ് ബോട്ടിന് യാത്ര ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊക്കെ പേടി തോന്നും. പിന്നെ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഐലൻഡിൽ വന്നിരിക്കുക കേട്ടോ. ഈ ഐലൻഡിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ കുളിക്കേണ്ടവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെയുള്ളൂ. അല്ല വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ കുറച്ച് ഇതിലേക്ക് ഒന്ന് നടന്നു കണ്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിക്ക് കിട്ടും. അത് നല്ല തണുത്ത കരിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ദാഹം തോന്നി. അപ്പോൾ ഞങ്ങളവിടെ കയറി കരിക്കൊക്കെ തിന്ന്. ഈ ലങ്കാവിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കരിക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം ധാരാളം കരിക്ക് ഇവിടെ കിട്ടും. തെങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി. അപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങൾ കരിക്ക് വാങ്ങി കഴിക്കുമായിരുന്നു. ഇവിടെ കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിനി അടുത്ത ഐലൻഡിലേക്ക് പോവുകയാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് ഈ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതല്ലേ, അതുകൊണ്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന പോലെയൊക്കെ പോകും. ഈ ബോട്ട് യാത്ര വളരെ രസം കേട്ടോ. ഈ ചുറ്റും കണ്ടൽ കാടുകളാണ്, അതിനിടയിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ഈഗിളിന് ഫീഡ് ചെയ്യാനാണ്. അതൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈഗിൾ വന്നിട്ട് അത് കഴിക്കും. അപ്പോൾ എല്ലാ ഏരിയയിലൊന്നും ഇത് കാണത്തില്ല, അതിനൊക്കെ ഓരോ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഈഗിളിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ ചെറിയ ചിപ്സും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കും. അന്നേരം ഇങ്ങനെ വന്ന് ഇത് കഴിച്ചിട്ട് പോകും. എന്തോരം ഈഗിളാന്ന് നോക്ക്. ഭയങ്കര സ്പീഡിനാട്ടോ ഈ ബോട്ടൊക്കെ പോകുന്നത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ബോട്ടുകൾ പോകുന്നത് കണ്ടില്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. പിന്നെ നമ്മളൊരു ധൈര്യത്തിന് അങ്ങ് പോവുകയാണ്. ഈ കാണുന്നത് പ്രഗ്നൻറ്റ് ലേഡി ഐലൻഡ്. അതായത് ഒരു പ്രഗ്നൻറ്റ് ലേഡി കിടക്കുന്ന പോലെയാണത്. ഇത് ലൈം സ്റ്റോൺ ആട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ലൈം സ്റ്റോണിലുള്ള മലകളും കേവ്സും ഒക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാത്തവർ പ്രഗ്നൻ്റ് ആവും. അങ്ങനെ എന്തൊക്കെയോ ഒരു ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഐലൻഡിൽ വന്നു കേട്ടോ. അപ്പോൾ ഈ ഐലൻഡിൽ വരുമ്പോൾ തന്നെ കുറേ ചെറിയ റെസ്റ്റോറൻറ്റുകളും പിന്നെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ ലേക്കുണ്ട്. അപ്പോൾ ആ ലേക്കിലേക്ക് പോകുന്ന നമ്മൾ ഇവിടുന്ന് കുറേ ദൂരം അങ്ങ് നടക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്ന വഴി ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങളിനി ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി നല്ല രസമാട്ടോ. രണ്ട് സൈഡിലും കുറേ കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അനക്കം കേൾക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങനെ ഓടി വരും. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചോണം, അല്ലെങ്കിൽ ചിലപ്പം കുരങ്ങന്മാർ പിടിച്ചോണ്ട് പോകും. അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, അത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഫുഡ് എങ്ങാനും ഇട്ട് കൊടുത്താൽ അവിടെയുള്ള കുരങ്ങന്മാരെല്ലാം ഓടിയെത്തും. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് ഫുഡൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം അങ്ങ് നടക്കണം കേട്ടോ. അങ്ങനെ നടന്നു ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് താഴേക്ക് പോയില്ല. ഇതാണ് ഫ്രഷ് വാട്ടർ ലേക്ക്. ഇവിടെ കടലും ഫ്രഷ് വാട്ടർ ലേക്കും വളരെ ക്ലോസ് ആയിട്ടാണുള്ളത്. ഈ കാണുന്നതാണ് ലേക്കിൻ്റെ ഏരിയൽ വ്യൂ. അപ്പോൾ എന്തടുത്താന്ന് നോക്ക്, കടലും ഈ ഫ്രഷ് വാട്ടർ ലേക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി കാണാനൊന്നുമില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്.
ഇവിടെ കാണാനായിട്ട് വേറെ അങ്ങനെ ഒത്തിരിയൊന്നുമില്ല. മെയിനായിട്ട് ഈ ബോട്ട് യാത്രയാണ്. ആ ബോട്ട് യാത്രയും ആ സൈഡിലുള്ള കാഴ്ചകളൊക്കെ. ഇനി ഞങ്ങൾ പോകുന്നത് ഫിഷിന് ഫീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പ്രത്യേക സ്ഥലമുണ്ട്. അപ്പോൾ ഈഗിളിനെ ഫീഡ് ചെയ്തോണം ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം. ആ ഒരു സ്പോട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് നമ്മളിങ്ങനെ ഫിഷിന് ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് കഴിക്കും. അപ്പോൾ അത് നമുക്ക് കാണാം. ഈ ബോട്ട് യാത്ര നമ്മൾ 2 മണിക്കൂറൊക്കെയാണ് ബോട്ടിലൂടെ ഇങ്ങനെ പോകുന്നത് കേട്ടോ, ഒരു ദിവസം. അപ്പോൾ മുഴുവനൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഫിഷൊക്കെ വരുന്നതെന്നുള്ളത് നോക്കാം. വലിയ ഫിഷൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ, ചെറിയ ഫിഷുകൾ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാം കൂടെ വരുന്നുണ്ടോ. ഇത് വളരെ ചെറിയ മീനുകളാട്ടോ, എല്ലാം കൂട്ടത്തോടെ വരുന്നുണ്ട്. അങ്ങനെ ഫിഷ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ മീനിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവരത് കുക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കുറേ മീനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കഴിക്കാൻ ആഗ്രഹിച്ചാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് നല്ല ഇതൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം സമയമൊന്നും നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോന്നു. ഇനി ഞങ്ങൾ പോകുന്നത് മങ്കിയെ ഫീഡ് ചെയ്യാനാണ്. ഇത് കണ്ടില്ലേ, മങ്കികൾ സൈഡിൽ കൂടി ഇരിക്കുന്നുണ്ട്. ആ കണ്ടൽ കാടുകളാണ് നിറയെ, അതിനുള്ളിലാണ് ഈ മങ്കികളൊക്കെ ഉള്ളത്. മങ്കികൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, വേറെ ജീവികളുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നിറയെ മങ്കികളാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മങ്കികളെല്ലാം കൂടെ വന്നത് കഴിക്കാനായിട്ട് വരും. അങ്ങനെ മങ്കി ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ബോട്ട് പോകുന്നതിൻ്റെ 2 സൈഡിലും ഈ കണ്ടൽക്കാടുകളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
ഇപ്പം ഞങ്ങൾ വേറൊരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഐലൻഡിൽ ഈ ലൈം സ്റ്റോൺ കൊണ്ടുള്ളൊരു കേവുണ്ട്. ആ കേവിനകത്ത് നിറയെ വവ്വാലാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, വവ്വാലുണ്ടോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.